എത്ര കുട്ടികൾ മിസ്സായിട്ടുണ്ട് സ്കൂളിൽ നിന്ന്? അന്ന് എത്ര പേരെ കണ്ടെടുത്തു? ഇത്രയൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ ഇപ്പോഴും പറ്റുന്നില്ല. ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടാത്തവർ, കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തവർ ഒരു 32 പേര്. അതിൽ എത്ര പേരുടെ മരണം ഉറപ്പായിട്ടുണ്ട്? 20. ഈ കുട്ടികളുടെ ഫാമിലീസുമായിട്ട് പിന്നെ കോണ്ടാക്ട് ഉണ്ടോ? കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പല ക്യാമ്പുകളിലാണ്. അവിടെ എല്ലാവരും പോകുന്നുണ്ട്, ടീച്ചേഴ്സ് എല്ലാവരും പോകുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. പിന്നെ ചിലർ ബന്ധുവീടുകളിലൊക്കെ ഇപ്പോൾ കഴിയുന്നവരുണ്ട്, ചിലർ അവിടുന്ന് ഇനിയും വരാനുണ്ടെന്ന് കേൾക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സാർ എത്ര വർഷമായിട്ട് ആ സ്കൂളിൽ പഠിപ്പിക്കുന്നത്? ഞാൻ 2006 ചെന്നാണ്, 18 വർഷമായി. എല്ലാ കുട്ടികളെയും അപ്പം വ്യക്തിപരമായിട്ടൊരു ബന്ധം ഉണ്ടായിട്ടുണ്ട്? എല്ലാ കുട്ടികളെയും, എല്ലാ രക്ഷിതാക്കളെയും, ആ നാട്ടുകാരെ എല്ലാവരെയും എനിക്കറിയാം. ഞങ്ങളുടെ സ്വന്തമാണ് അവരെല്ലാം. ഞങ്ങൾ കുടുംബം പോലെ ജീവിക്കുന്നവരാണ്. അധ്യാപകരായിട്ടല്ല ഞങ്ങളവിടെ കഴിയുന്നത്, ഞങ്ങളൊരു കുടുംബം പോലെയാണ് അവിടെ ജീവിക്കുന്നത്. അങ്ങനൊരു നാടാണ്, നിഷ്കളങ്കമായൊരു നാടാണ്. നമ്മളെ അവർ കാണുന്നത് കുടുംബാംഗങ്ങളായിട്ടാണ് കാണുന്നത്. അത്രയ്ക്ക് ഞങ്ങളെ അവർ ഏറ്റെടുത്ത മനുഷ്യരാണ്, പച്ച മനുഷ്യരാണ്, നിഷ്കളങ്കരാണ്. അവിടെയാണോ താമസിക്കുന്നത്? എൻ്റെ വീട് ഇവിടെ മേപ്പാടിയിൽ നിന്ന് കുറച്ച് അപ്പുറമാണ്. ഞാൻ താമസിക്കുന്നത് അവിടെയല്ല, ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ശരിക്കൊരു നിസ്സഹായ അവസ്ഥയിലാണ്. ഒരുപാട് മൃതദേഹങ്ങളും മറ്റും കണ്ട് മനസ്സൊക്കെ കല്ലായി നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതാണെന്ന് തോന്നുന്ന കുട്ടികളെ ആ ഒരു പ്രായത്തിലുള്ള മൃതദേഹങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളെയാണ് അവർ വിളിക്കുന്നത്. ഇത് നിങ്ങളുടെ മക്കളാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഞങ്ങളോട് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ട് ഒരു നിസ്സഹായ അവസ്ഥയിലെല്ലാം മരവിച്ചൊരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കൊണ്ട് സന്തോഷകരമായി ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു അവിടെ ഉള്ളത്. സാറ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ അവരെന്നുള്ളൊരു വേർതിരിവ് അവിടെ ഇല്ലായിരുന്നു. ഞങ്ങളും അവരെല്ലാം ഒന്നായിരുന്നു, കുട്ടികളും രക്ഷിതാക്കളും അവിടുത്തെ വെറുതെ ഞങ്ങളെ അവിടെയുള്ള ഓരോ മനുഷ്യരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പോലെ ആയിരുന്നു. അപ്പോൾ അവരൊന്നും ഇല്ല അവിടെ. സ്കൂളിൻ്റെ സ്ട്രെങ്ത് എത്രയായിരുന്നു? 502 കുട്ടികൾ മൊത്തം ഉണ്ടായിരുന്നു. 497 ഹൈസ്കൂൾ 1 to 10. എത്ര അധ്യാപകരുണ്ടായിരുന്നു? നോൺ ടീച്ചിങ് സ്റ്റാഫ് അടക്കം 31 പേരുണ്ടായിരുന്നു. അവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം ആ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരാണ്? ആ ചുറ്റുവട്ടത്തും കുറച്ച് പേര് കുറച്ച് ദൂരെ, എങ്കിലും ഇവിടം വിട്ട് കഴിഞ്ഞാൽ 14 കിലോമീറ്റർ ചുറ്റളവിൽ ആ സ്കൂൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും അവിടെ തന്നെ പഠിക്കും, ആ നാട്ടിൽ തന്നെ പഠിക്കും. അങ്ങോട്ട് പോകാതിരുന്ന പിന്നെ ഇപ്പം ആ സ്കൂളിൻ്റെ അവസ്ഥ കാണാൻ പറ്റാത്തതുകൊണ്ടാണ്? എനിക്കത് കാണാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ പോകാത്തത്. എന്താണ് ഇപ്പം ആ സ്കൂൾ കാണുമ്പോഴും, കാരണം ആ വെള്ളം വന്ന് തടഞ്ഞു നിർത്തിയത് ആ സ്കൂളാണെന്ന്, ബാക്കിയുള്ള ചൂരമല ടൗണിനെ പ്രൊട്ടക്റ്റ് ചെയ്തത് ആ സ്കൂളാണെന്നൊക്കെ അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. എന്താണ് തോന്നുന്നത് അവിടെ നിന്ന്? പിന്നെ സ്കൂൾ ബിൽഡിംഗ് ഉള്ളത് കൊണ്ടാണ് വലിയ വലിയ മരങ്ങൾ, ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു, ആ മരങ്ങൾ മുഴുവൻ തടഞ്ഞു നിർത്തിയത്. അതുപോലെ പുതിയ ബിൽഡിങ്ങും അതുപോലെ VHSC സെക്ഷനും കൂടി തടഞ്ഞു നിർത്തിയോണ്ട് മാത്രമാണ് ചൂരമല ടൗണ് സേഫായിട്ട് കിടക്കുന്നത്. അതുപോലെ പള്ളി ഭാഗത്തേക്കൊന്നും കയറാതിരുന്നത്. അത്രയും ഭീകരമാണ്. നമ്മൾ ചാനലുകളിൽ കാണുന്നതും വാർത്തയിലും കാണുന്ന അവസ്ഥയല്ല നേരിട്ട് കാണുമ്പോൾ. ഭീകരമായ അന്തരീക്ഷമാണ്. കാരണം വലിയ വലിയ പാറകൾ, നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത പാറകൾ ആയിരക്കണക്കിനാണ് ഒഴുകി എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം രക്ഷാപ്രവർത്തനമല്ല, ഇപ്പം എന്താ പറയുക, തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിൻ്റെ സാധ്യത കഴിഞ്ഞു പോയല്ലോ. അപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗവൺമെൻറ് ഭാഗത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് JCBകളും ഇറ്റാച്ചികളും വന്നിട്ടെല്ലാം ഓരോ സെക്ഷനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം. പക്ഷേ മഴ നല്ല പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഭാഗത്ത്. അതാണ് ഏറ്റവും വലിയ ഭീഷണിയും. ഒരുപാട് വീടുകൾ ഒലിച്ചുപോയി ആ ഭാഗത്തുള്ള. നമുക്ക് ആ സ്കൂളിൽ നിന്നാൽ കാണാൻ പറ്റാത്ത അത്ര ദൂരത്തേന്നു സ്ഥലങ്ങളൊക്കെ ഉണ്ടായത്. ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് ആ സ്കൂളിൽ നിന്നാൽ അങ്ങ് ഒരു 3-4 കിലോമീറ്റർ ഏരിയ വരെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. അത്രയും ഭാഗം തുടച്ച് നീക്കപ്പെട്ടു.